ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് ക്ലാസ് റൂം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡ് ബയോളജി സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളേജ് സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, മേലെയോ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക. ഓക്കെ, പാർട്ട് 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു സെൻസ് ഓർഗൻസ് ആൻഡ് റിസെപ്റ്റേഴ്സ്. ഐ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഐ പാർട്സ് ആൻഡ് ഫങ്ഷൻസും സ്ട്രക്ചറിൽ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. ഈ പാർട്ടിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ, അതായത് കണ്ണിലെ പ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ ക്രമീകരണം എങ്ങനെ എന്നതാണ്. The entry of a large amount of light is harmful to the tissues of the eye. നമ്മൾ കണ്ണിലെ ടിഷ്യൂസിന് വളരെ ദോഷമാണ് കൂടിയ അളവിൽ ലാർജ് എമൗണ്ട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. Iris and the aperture at its center called pupil regulate the amount of light falling on the eyes. എന്താ പറഞ്ഞത്? ഐറിസും അതിൻ്റെ സെൻറ്ററിലുള്ള പ്യൂപ്പിൾ എന്ന അപ്പേച്ചറും കണ്ണിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നു, അഥവാ നിയന്ത്രിക്കുന്നു. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രൈറ്റ് ലൈറ്റിലും ഡിം ലൈറ്റിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് പ്യൂപ്പിളിന് വരുന്നത്? പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും ആണ്. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അഥവാ കൂടുന്നു. എന്നാൽ ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ലെൻസിലേക്കുള്ള ലൈറ്റിൻ്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, the size of the pupil is regulated by the action of circular muscles and radial muscle. സർക്കുലർ മസിൽസിൻ്റെയും റേഡിയൽ മസിൽസിൻ്റെയും ആക്ഷനിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത്. when the radial muscles contract in dim light, the size of the pupil increases. എന്താ പറഞ്ഞത്? റേഡിയൽ മസിൽസ് ഡിം ലൈറ്റിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുന്നു. when the circular muscle contract in intense light, the size of the pupil decreases. സർക്കുലർ മസിൽസ് ഇൻറ്റൻസ് ലൈറ്റിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. thus the amount of light falling on the lens is regulated according to the intensity of light. അങ്ങനെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ലെൻസിലേക്കുള്ള ലൈറ്റിൻ്റെ എമൗണ്ട് അഥവാ അളവിനെ നിയന്ത്രിക്കുന്നു. അടുത്തായി നമ്മൾ പറയുന്ന ഫോർമേഷൻ ഓഫ് ഇമേജ്, ഒരു ഇമേജ് ഫോം ചെയ്യുന്ന രീതി. ദ കർവേച്ചർ ഓഫ് ദ കോർണിയ ആൻഡ് ദ ലെൻസ് ഹെൽപ്പ് ലൈറ്റ് റേസ് വിച്ച് റിഫ്ലക്ട് ഫ്രം എൻ ഒബ്ജക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസിനെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് കോർണിയയിലെയും ലെൻസിലെയും കർവേച്ചർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. What are the peculiarities of the image formed by the lens of the eye? നമ്മുടെ കണ്ണിലെ ലെൻസ് രൂപപ്പെടുത്തുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ അറിയാം. ലെൻസ് രൂപപ്പെടുത്തുന്ന ഇമേജിൻ്റെ സൈസ് ചെറുതാണ്, എന്നാൽ ഇത് റിയൽ ഇമേജാണ്, ഇൻവെർട്ടഡ് ഇമേജാണ്. നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും ദൂരെയുള്ള വസ്തുവിനെയും വ്യക്തമായിട്ട് കാണാൻ പറ്റും. വസ്തുക്കളെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് നോക്കാം. അതായത് നമ്മൾ അകലെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നു, ലിഗമെൻറ്റ്സ് ടൈറ്റൻ ചെയ്യുന്നു. അപ്പോൾ ലെൻസിൻ്റെ കർവേച്ചറോ അത് കുറയുകയും ഫോക്കൽ ലെങ്ത് കൂടുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമുക്ക് അകലെയുള്ളൊരു വസ്തുവിനെ ക്ലിയറായി കാണുന്നത്. ഇനി അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നു, ലിഗമെൻറ്റ്സ് ലൂസ് ആവുന്നു, ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു, ഫോക്കൽ ലെങ്തോ കുറയുന്നു. ഇതുകൊണ്ടാണ് അടുത്തുള്ളതിനെയും അകലെയുള്ളതിനെയും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഈ ടാബിൾ ഫില്ല് ചെയ്തുകൊണ്ട് ഞാനിത് ഒന്നുകൂടെ പറയാം. വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്ട്സ്, നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് കോൺട്രാക്ട്, ലിഗമെൻറ്റ്സ് റിലാക്സ്, കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്, ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. ഇനി
വൈൽ റിവ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, നമ്മൾ ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് റിലാക്സ്, ലിഗമെൻറ്റ്സ് സ്ട്രെച്ച്, കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ്, ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ പറയാനുള്ളത് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐ ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ദ കപ്പാസിറ്റി ഓഫ് ദ ഐ ടു ചേഞ്ച് ദ കർവേച്ചർ ഓഫ് ലെൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ ആൻഡ് ദ ഒബ്ജക്റ്റ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഈസ് കോൾഡ് ദ പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐ. എന്താണ് പറഞ്ഞത്? പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിലേക്കുള്ള അകലമനുസരിച്ച്, ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, ഈ എക്സാമ്പിളിൽ നിന്ന് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൂരെയുള്ളൊരു വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ കർവേച്ചർ, ലെൻസിൻ്റെ കർവേച്ചർ കുറയുകയാണ്. ഇത്തരത്തിൽ ലെൻസിൻ്റെ കർവേച്ചറിൽ മാറ്റം വരുത്തിയിട്ട് അതിൽ മാറ്റം വരുത്തിയിട്ട് ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കുക. ഇതിനെയാണ് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. അടുത്തത് റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഓക്കെ, നമുക്കറിയാം റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നതെന്ന്. റെറ്റിന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ലെയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇന്നർ ലെയറാണ് റെറ്റിന. റെറ്റിനയിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. അതിൽ റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സാണ് റോഡ് സെൽസും കോൺ സെൽസും. ഇവിടെ റോഡ് സെൽസ് കോൺ സെൽസിനേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. റോഡ് സെൽസ് കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെൻറ്റ് കോൾഡ് റോഡോപ്സിൻ. റോഡ് സെൽസിൽ റോഡോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെൻറ്റ് ഉണ്ട്. ദിസ് പിഗ്മെൻറ്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ നെയിംഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് ഉണ്ടാകുന്ന റെറ്റിനാൽ എന്ന സബ്സ്റ്റൻസും ചേർന്നാണ് ഉണ്ടാകുന്നത്. Since they are activated even in dim light, we are able to see object in dim light. These cells cannot detect colors. എന്താ പറഞ്ഞേ? ഇത് ഡിം ലൈറ്റിൽ പോലും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനാൽ നമുക്ക് ഡിം ലൈറ്റിൽ വസ്തുക്കളെ കാണാൻ വേണ്ടി പറ്റുന്നു. ഈ സെൽസിന് ഒരു കളർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. Corn cells contain a pigment called photopsin. This is also called iodopsin. Corn cellil അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന പിഗ്മെൻ്റ് ആണ്. ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. This pigment is also composed of opsin and retinal. ഈ പിഗ്മെൻറ്റും ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ്. There are 3 types of corn cells in our eyes which help us to detect 3 primary colors of light: red, green and blue. അതായത് ലൈറ്റിലെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളേഴ്സിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺ സെൽസ് നമ്മുടെ കണ്ണിലുണ്ട്. This diversity is due to the difference in amino acids in the opsin molecules. ഓപ്സിൻ മോളിക്യൂൾസിലെ അമിനോ ആസിഡിൻ്റെ ഡിഫറൻസ് ആണ് ഈ വൈവിധ്യത്തിന് കാരണം. സോ കോൺ സെൽസ് പ്രൊവൈഡ് us വിത്ത് കളർ വിഷൻ. അതുകൊണ്ട് തന്നെ കോൺ സെൽസ് നമുക്കൊരു കളർ വിഷൻ, വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം മൂങ്ങക്ക് പകൽ സമയത്ത് കാഴ്ച കുറവാകുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവയിൽ കോൺ സെൽസ് ഇല്ലാത്തതിനാലാണ് അവയ്ക്ക് രാത്രി മാത്രം കാഴ്ച സാധ്യമാവുന്നത്. വിറ്റാമിൻ എ അടങ്ങിയ ആഹാരം കാഴ്ചശക്തി കൂട്ടുന്നു എന്ന് പറയുന്നതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താ കാരണം? ഫോട്ടോ റിസപ്റ്റേഴ്സിലെ പിഗ്മെൻറ്റ്സിൽ അടങ്ങിയിട്ടുള്ള റെറ്റിനാൽ രൂപപ്പെടുന്നത് വിറ്റാമിൻ എയിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് വിറ്റാമിൻ എ അടങ്ങിയ ആഹാരം കഴിച്ചാൽ നല്ല കാഴ്ച കിട്ടുമെന്ന് പറയുന്നത്. അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ദ കെമിസ്ട്രി ഓഫ് വിഷനാണ്. അതായത് കാഴ്ചയുടെ രസതന്ത്രം, എങ്ങനെയാണ് ഒരു വിഷന് നമുക്ക് സാധ്യമാവുന്നത് എന്നാണ്. നമ്മൾ റെറ്റിനയിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് പറഞ്ഞു അല്ലേ? റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ, ഇൻവേർട്ടൻറ്റ്, സ്മോൾ ഇമേജ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് ഈ റെറ്റിനയിൽ ഇമേജ് വന്ന് പതിക്കുന്നത്? വെൻ ലൈറ്റ് റേസ് ഫ്രം ദ ഒബ്ജക്റ്റ് പാസ് ത്രൂ ദ കോർണിയ ആൻഡ് പ്യൂപ്പിൾ ഫാൾ ഓൺ ദ ലെൻസ്. ഒരു ലൈറ്റ് റേസ് ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് കോർണിയയിലൂടെയും പ്യൂപ്പിളിലൂടെയും പാസ് ചെയ്ത് അത് ലെൻസിൽ വന്ന് വീഴുന്നു. എ സ്മോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഫോംസ് ഓൺ ദ റെറ്റിന. എന്നിട്ടാണ് റെറ്റിനയിൽ സ്മോൾ ഇൻവേർട്ടഡ് റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ ഇമേജ് ഫോം ചെയ്യുന്നത് ഡിം ലൈറ്റിലാണെങ്കിൽ റോഡ് സെൽസിലെ റോഡോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഇമ്പൾസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻറ്റൻസ് ലൈറ്റിലാണെങ്കിലോ കോൺ സെൽസിലെ ഫോട്ടോപ്സിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഇമ്പൾസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇമ്പൾസസ് ഒപ്റ്റിക് നെർവ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് ഒരു വിഷന് സാധ്യമാകുന്നത്, അഥവാ കാഴ്ച സാധ്യമാകുന്നത് അപ്പോഴാണ്. സെൻസ് ഓഫ് സൈറ്റ് കൂടുതലായി മനസ്സിലാക്കുന്നതിന് നമുക്കൊരു ഫ്ലോ ചാർട്ട് നോക്കാം. ലൈറ്റ് റേസ് കോർണിയയിലൂടെ പ്യൂപ്പിളിലെത്തുകയും പ്യൂപ്പിളിൽ നിന്ന് ലെൻസിലേക്കും ലെൻസിൽ നിന്ന് റെറ്റിനയിൽ ഒരു ഇമേജ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ഫോട്ടോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡിസോസിയേഷൻ നടക്കുന്നു. എന്തിനാണ് ഡിസോസിയേഷൻ നടക്കുന്നത്? ഫോട്ടോ റിസെപ്റ്റേഴ്സിലെ പിഗ്മെൻറ്റ്സിന്. ഡിം ലൈറ്റിലാണെങ്കിൽ റോഡ് സെൽസിലെ റോഡോപ്സിനാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇൻറ്റൻസ് ലൈറ്റിലാണെങ്കിൽ കോൺസെൽസിലെ ഐഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിനാണ് ഡിസോസിയേഷൻ നടക്കുന്നത്. ശേഷം ഇമ്പൾസ് ഫോം ചെയ്യുകയും ഇമ്പൾസ് ഒപ്റ്റിക് നെർവ്സിലൂടെ സെറിബ്രത്തിലെത്തുകയും സെൻസ് ഓഫ് സൈറ്റ് സാധ്യമാവുകയും ചെയ്യുന്നു, അല്ലേ? കാഴ്ച എന്ന അനുഭവം സാധ്യമാവുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അടുത്തതായി ബൈനോക്കുലർ വിഷനാണ്. അതിനുവേണ്ടി നമ്മുടെ രണ്ട് കണ്ണിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ രണ്ട് കണ്ണിലും ഒരേ ഒബ്ജക്റ്റിൻ്റെ രണ്ട് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവും, അല്ലേ? എങ്കിലും നമുക്ക് ആ വസ്തു, അതായത് ആ ഒരു ഒബ്ജക്റ്റ് ഒറ്റൊന്നായിട്ടല്ലേ കാണുന്നത്. എങ്ങനെയായിരിക്കും ഇത് സാധ്യമാവുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്, ഞാനത് എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മുടെ ഇടത് കൈ നീട്ടി വെച്ചുകൊണ്ട് ഇടത് കൈയുടെ ചൂണ്ടുവിരലിലേക്ക് നോക്കുക. ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഇടത് കണ്ണ് അടച്ചു വെച്ച് വലത് കണ്ണുകൊണ്ട് നോക്കുക. പിന്നീട് തലയൊന്നും ഇളക്കാതെ വലത് കണ്ണ് അടച്ചു വെച്ചുകൊണ്ട് ഇടത് കണ്ണുകൊണ്ട് നോക്കുക. വിരലിൻ്റെ സ്ഥാനത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാറ്റം അനുഭവപ്പെടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരേ ഒബ്ജക്റ്റിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഇമേജാണ് നമ്മുടെ രണ്ട് കണ്ണിലും ഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, ഈ രണ്ട് ഇമേജുകളും ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു 3 ഡയമെൻഷണൽ ഇമേജായിട്ട് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് ഐ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് ആണ്. അതായത് കണ്ണിന് വരുന്ന വൈകല്യങ്ങളും രോഗങ്ങളുമാണ്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് മയോപ്പിയ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും, ഷോർട്ട് സൈറ്റ്, അല്ലേ? എന്താണ് ഷോർട്ട് സൈറ്റ്? ഡ്യൂ ടു ഇലോങ്ങേറ്റഡ് ഐബോൾ ഇമേജസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന കനോട്ട് സീ ഡിസ്റ്റൻറ്റ് ഓബ്ജക്ട്സ് ക്ലിയർലി. ഐബോളിൻ്റെ നീളക്കൂടുതൽ കാരണം ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ മുന്നിൽ വരാം. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള വസ്തുക്കളെ കാണാതിരിക്കുന്നു. ഇതിനെയാണ് ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ എന്ന് പറയുന്നത്. ഇതിനുള്ള റെമഡി എന്ന് പറയുന്നത് കോൺകേവ് ലെൻസാണ്. അടുത്തതാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ തന്നെയാണ് ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ഷോർട്ടൻഡ് ഐബോൾ ഇമേജസ് ഫോം ബിഹൈൻഡ് റെറ്റിന കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി. എന്താ പറഞ്ഞത്? ഐബോളിൻ്റെ നീളക്കുറവ് കാരണം ഇമേജ് ഫോം ചെയ്യുന്ന റെറ്റിനക്ക് പിറകിലാവാം. ഓക്കെ, ബിഹൈൻഡ് ദ റെറ്റിന. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ ലോങ് സൈറ്റ് എന്ന് പറയുന്നത്, ഹൈപ്പർ മെട്രോപ്പിയ. ഇതിനുള്ള റെമഡി എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. അടുത്തത് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നമുക്കറിയാം, വിഷ്വൽ പിഗ്മെൻറ്റ്സിലെ കോമ്പണൻ്റായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ റീസിന്തസിസ് തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഡിം ലൈറ്റിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗത്തിനെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. Xerophthalmia, prolonged deficiency of vitamin A result dry conjunctiva and cornea. അതായത് തുടർച്ചയായിട്ടുള്ള വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം കൺജക്റ്റിവയും
കോർണിയ ഒക്കെ ഡ്രൈ ആയി പോവാം. ഇത്തരത്തിൽ ഡ്രൈ ആയിട്ട് ഫസ്റ്റ് സിറോഫ്താൽമിയ എന്ന അവസ്ഥയും പിന്നീട് അത് കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്കും മാറുന്നതാണ്. അടുത്തതാണ് കളർ ബ്ലൈൻഡ്നെസ്. ഡ്യൂ ടു ഡിഫക്റ്റ് കോൺ സെൽസ് which detect red and green colors and fail to detect those colors. എന്താണ് കളേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സെൽസ്, കോൺ സെൽസ് റെറ്റിനയിലുണ്ടല്ലോ. ഈ കോൺ സെൽസിന് ഡിഫക്റ്റ്, അവയുടെ തകരാറ് മൂലം കളേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്ലോക്കോമ. നമുക്കറിയാം അക്വസ് ഹ്യൂമർ എന്ന ഫ്ലൂയിഡാണ് നമ്മുടെ കണ്ണിലെ ടിഷ്യൂസിനൊക്കെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാതെ വരുമ്പോൾ ഇത് കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുകയും ഇത് റെറ്റിനയിലും ഫോട്ടോ റിസപ്റ്റേഴ്സിനും ഒക്കെ ഡാമേജ് വരുത്തുകയും ചെയ്യുന്നു. ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കുന്ന ഈ രോഗത്തെയാണ് ഗ്ലോക്കോമ എന്ന് അറിയപ്പെടുന്നത്. ലേസർ സർജറിയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. അടുത്തതാണ് കാറ്ററാക്റ്റ്. കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ പവർ ഓഫ് ലെൻസ് ഡ്യൂ ടു ഡിക്രീസിങ് ഓഫ് ട്രാൻസ്പെറൻസി ഓഫ് ലെൻസ്. അതായത് ലെൻസിൻ്റെ പവർ ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരിക. ഇതെന്താണ്, ട്രാൻസ്പെറൻസി ഇല്ലാതാവും, ലെൻസിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലാതാവും. ഇതിനെയാണ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്, അഥവാ തിമിരം എന്നൊക്കെ പറയും. ലെൻസ് മാറ്റി വെക്കുന്ന സർജറിയാണ് ഇതിന് പരിഹാരം. അടുത്തത് കൺജങ്ക്റ്റിവിറ്റിസ്. ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് എ കൺജങ്ക്റ്റിവ. കൺജങ്ക്റ്റിവക്ക് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവിറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്നൊക്കെ പറയുന്നത്. ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ, വൈറസ് എക്സെട്ര. ഒന്നെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഒക്കെ ആയിരിക്കും ഇതിനുള്ള കാരണം. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീനിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ നമുക്ക് തടയാൻ പറ്റും. സ്പർശനത്തിലൂടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നത്. അടുത്തതായി പറയാനുള്ളത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമാണ്. സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. കണ്ണ് ഡ്രൈ ആവുക, കണ്ണിന് അമിതമായ പ്രഷർ അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ പറയുന്നത്. ഈ പാർട്ടിൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷന്, അതേപോലെ വിഷന് സാധ്യമാവുന്നത് എങ്ങനെയാണ്, ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കണ്ണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കണ്ണിന് വരുന്ന രോഗങ്ങളും അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇനി അടുത്ത പാർട്ട് ഇയറാണ്. ഓക്കെ, ഇയറിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഐ വരെയുള്ള പോർഷൻസിൻ്റെ നോട്ട്സ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ പാർട്ടിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.